ഹായ്, ഞാൻ ശാലുദ്ദീൻ ട്രാവൽ പിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ എങ്ങനെ എല്ലാവരും കൂടെ പോരല്ലേ? നമ്മൾ ഹോട്ടലിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഇപ്പോൾ സിംവാലി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് കേട്ടോ ഉള്ളത്. ഇവിടെ ഒരു റിസർവോയർ ഉണ്ട് താഴെ, അടിപൊളി സ്ഥലമാണ്. ഇവിടെ നമ്മൾ നിൽക്കുന്നതിൻ്റെ താഴെ തന്നെ ഇങ്ങനെ മഞ്ഞിൻ്റെ പൊടികളും തരികളൊക്കെ കാണാം കേട്ടോ. നമ്മൾ പോകുന്നത് ഇന്ന് അതുപോലത്തെ സ്ഥലത്തേക്കാണ്. വരുന്ന വഴിയും കാര്യങ്ങളൊക്കെ കുന്നും മലയും കയറ്റൊക്കെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഒരുപാടില്ല, പക്ഷേ ഇവിടെ നിന്ന് തൊട്ടാണ് നമ്മളുടെ യാത്ര ശരിക്കും സ്റ്റാർട്ടാവുന്നത് കേട്ടോ. അതെ, ബാക്ക് സൈഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുണ്ടോ, എങ്ങനെയുണ്ട് ഈ സ്ഥലം? ഇതുണ്ടോ, ഇതാണ് ഈ ഡാം എന്ന് പറയുന്നത്. എന്താ രസം നോക്കി, ഉണ്ടോ? ഇതാ ബാക്കിൽ നമുക്ക് അവിടെ നമുക്ക് കാണാം മഞ്ഞുമല. ഉണ്ടോ, അവിടേക്കല്ല നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഫുള്ള് മഞ്ഞാണ്. അവിടേക്കാണ് പോകുന്നത്. ഇപ്പോൾ സാലിം ഇങ്ങോട്ട്, എങ്ങനെയുണ്ട് സ്ഥലം? ഇങ്ങോട്ടേക്ക്, എങ്ങനെയുണ്ട് സ്ഥലം? സൂപ്പർ. നീ അപ്പോഴേക്ക് മഞ്ഞിൽ കളി തുടങ്ങിയില്ലേ? ഞാൻ താഴെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതുണ്ടോ, ഉണ്ടോ മഞ്ഞ് കിടക്കണത്? എന്താടി, ഫോട്ടോ ഒക്കെ എടുത്തരാ. നീ ആദ്യം ഇതൊന്ന് ആസ്വദിക്കി. കാണ്ടില്ലേ ഐസ് മൂടി നിൽക്കുന്നത്? നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് കണ്ടോ, ഇതുണ്ടോ, ഇതുണ്ടോ, ഇതുണ്ടോ? ഈ പോകുന്നത് മഞ്ഞിന്റെ തരികളാണ് കേട്ടോ. ഞാൻ ഇന്നലെ കയ്യൊറും കീറി നിട്ടുണ്ടായിരുന്നില്ല, അപ്പം ഇന്ന് എടുത്തിട്ടു. അല്ലാണ്ട് നമുക്ക് നിൽക്കാനായിട്ടുള്ള ഒരു വകുപ്പില്ല ഇവിടെ. ഈ ഒരു നിൽക്കുന്ന സ്ഥലം ഇതുണ്ടോ, ഇവിടെയൊക്കെ മരങ്ങൾ ഇലയൊക്കെ കൊഴിഞ്ഞു പോയി നല്ല സൂപ്പർ സെറ്റപ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മുകളിലാണെങ്കിൽ സൂര്യൻ അതുപോലെ തന്നെ അടിക്കുന്നുണ്ട്, പക്ഷേ ചൂടെന്ന് പറയുന്ന സാധനം ഇല്ല. പിന്നെ ഇവിടെ നമ്മുടെ ജോർജിയൻ്റെ ഫ്ലാഗ് എവിടെ ഉണ്ട് നോക്കി. അങ്ങോട്ട് നമുക്ക് അധികം പോകണ്ട കേട്ടോ. അതേ ജോർജിയൻ്റെ ഫ്ലാഗ് നോക്കി, ഉണ്ട്, അടിപൊളിയല്ലേ? എന്താ ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ സൈഡ് കെട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാണ്ട. ഇനിയിപ്പോൾ ഗുദാരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. ഇതിൻ്റെ ഇവിടെയൊക്കെ നമ്മളെ കുറച്ച് കടകളും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതെന്താ, ഇവിടെ നിന്ന് നമുക്ക് കോട്ട് സാധനങ്ങൾ, എന്താ കയ്യൊറ, അതായത് ഗ്ലൗസ് സാധനങ്ങൾ ഇതൊക്കെ മേടിക്കാം. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനമാണ് ഒരു ചാച്ച എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതാണ് നേരത്തെ നമ്മുടെ കൂടെയുള്ള ആൾ ഇവർ മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കി ചാച്ച എങ്ങനെയുണ്ടെന്നുള്ളത്. പിന്നെ ഇവിടെ അത്യാവശ്യം കടകൾ ചെറിയ ഇതുകൾ ഉണ്ടാകും. ഇപ്പോൾ ഒരു ഗ്ലൗസ് മേടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ചെവിയിലേക്ക് കാറ്റടിച്ച് കയറുന്നുണ്ട്. ഞാൻ തൊപ്പിയും കാര്യങ്ങളൊന്നും വെച്ചില്ല. കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോൾ അടുത്ത സ്റ്റെപ്പ് ചെല്ലുമ്പോൾ തൊപ്പി വെക്കേണ്ടി വരും. അപ്പോൾ ഇവിടുന്ന് ഞാൻ തൊപ്പി കാര്യങ്ങളൊന്നും വെച്ചില്ല കേട്ടോ. നല്ല തണുക്കുണ്ടോ തോമച്ച? തണുക്കുന്നുണ്ടോ? ആ, ഈ പുക വരുന്നുണ്ട്. വേണ്ടോ പുക അല്ലേ? നമ്മൾ ആ സ്ഥലത്തുനിന്ന് വിട്ടിട്ടില്ല കേട്ടോ. നമ്മളത് അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഭയങ്കര ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു വ്യൂ പോയിന്റിൻ്റെ ആ സൈഡിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഉണ്ടോ? പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇതിൻ്റെ തന്നെ ഷോപ്പുകളാണ്. ഞാൻ ഒരു കയ്യറും കൂടി ഇതിൻ്റെ മേലെ കൂടെ എടുത്തിട്ടു. കൈ ശരിക്കും ഇങ്ങടെ കോച്ചി പിടിക്കുക. ഇപ്പം ശരിയായി. ഓരോ വ്യൂകളുണ്ട്. ഇവിടെയൊക്കെ നല്ല അടിപൊളി ഫോട്ടോകൾ എടുക്കാം കേട്ടോ. അത് ഈ ഒരു ആംഗിൾ കണ്ടോ, ഇവിടെ നിന്നൊക്കെ ഒരു നല്ല സ്റ്റൈലിൽ ഫോട്ടോ എടുക്കാം. അതിൻ്റെ ഇവിടെ തന്നെ അതേ ഒരു കട നോക്കി ഉണ്ട്, ഒരു ഈ ഒരു ഷോപ്പിൻ്റെ ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ഉണ്ട്. വലിയൊരു കയ്യോറ മേടിക്കുന്നുണ്ട് കേട്ടോ. മുമ്പുണ്ടായിരുന്നത് വെള്ളം പിടിക്കുന്ന സാധനമായിരുന്നു. ടൈറ്റ് ഉണ്ടോ? ഓക്കെ ആണോ? അല്ല, ടൈറ്റ് വേണമെന്ന് നല്ല സുഖമില്ല ഇടാനായിട്ട്. ആ, അതിന്റെ മേലെ. ഓക്കെ. Okay, I'm a shit Julia. This is a big sea. Okay. ഓക്കെ, കുഴപ്പമില്ലാന്ന് വേറെ ഇട്ടിട്ടിടാന്ന്. വേറെ ഓക്കെ, ദിസ് ഇസ് ഓക്കെ, ദിസ് ഓക്കെ. This okay, you give me two hand. This problem good out here. Okay. Yes, പോയിട്ടോ. ആ, ഇപ്പൊ ഊരിക്കും. അത് ഇതും കൂടെ അതിൻ്റെ ഉള്ളിൽ കൂടെ വെച്ചോളാം. This is new da, yes, ahalia da, sorry, okay. Couch my size, big size, small size no. This is good, baby. Fabshobis, mouse. No, we have. Okay. അപ്പോൾ ഇപ്പം നമ്മൾ ശരിക്കും ഇവിടുന്ന് പോവാണ് കേട്ടോ. നേരത്തെ പോവാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടുന്ന് പോയില്ല. ഇപ്പം നമ്മൾ ഇവിടുന്ന് പോവാണ്. സൂര്യൻ കുറച്ചൊന്ന്
വെയിലൊന്ന് മങ്ങി ഇവിടെ. ആ ഞാൻ നടുക്കിരിക്കാം. സാലിമ അടിച്ചു പിരിഞ്ഞാ രണ്ടുപേരും? രണ്ടുപേരും അടിച്ചു പിരിഞ്ഞതുകൊണ്ട് നമ്മളിവിടെ ഒരു പമ്പിൽ പെട്രോൾ അടിക്കാൻ നിർത്താട്ടെ. അപ്പോൾ സാലിമിന് വാഷ്റൂമിലൊന്ന് പോകണമെന്ന് പറഞ്ഞു. അത് പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ നിന്നാണ് കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ മേലോട്ട് കയറി വന്നപ്പോൾ ചെറിയൊരു ഇതിൻ്റെ പ്രശ്നമുണ്ട്. ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു ചെറിയൊരു ശ്വാസം കിട്ടായ്മ പോലെ ഉണ്ട്. ഇവിടെ ഒക്കെ ഐസാണ് കേട്ടോ. നോക്കി നടന്നില്ലെങ്കിൽ തലമുത്തി വീഴും. ഐസ് ആണ് ഇവിടെ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടോ, വേണ്ട അടിപൊളിയാട്ടാ. ഇത് കാണുന്ന ഒരു വ്യൂ ഫുൾ ഐസാണ്. അവിടെ ഒരു വീട്, ഒരു എന്തോ ഒരു സാധനം കാണുന്നുണ്ടോ, എന്ത് രസം നോക്കിയാൽ കാണുന്നു. ഈ വെള്ളം ഒലിച്ച് കിടക്കണ പോലെ കാണുന്നത് കംപ്ലീറ്റ് ഐസാണ് കേട്ടോ, ബ്ലാക്ക് ഐസ്. ഇത് ശരിക്കും കട്ടായി കണ്ടോ. ഇതിൽ നോക്കി ചവിട്ടിയിട്ടില്ലെങ്കിൽ തല നോക്കി താഴെ കിടക്കും. ഇതുണ്ടോ ഫുള്ള്, ഇതുണ്ടോ സ്ലിപ്പ് ഐസ് പിടിച്ച് കിടക്കുക. ഇതുണ്ടോ സൈഡിലേക്ക് നോക്കട്ടാ. ഇവിടെ നോക്ക് സാലിമേ, നീ കയ്യേറോ ഇട്ടേല് വാരാൻ പാടുള്ളൂ കേട്ടോ. ആ നോക്ക് തനുസ്, നോക്കട്ടെ ഐസ്. നോക്ക് തനുവിന്റെ കയ്യില് ഐസ്. ഇറങ്ങണോടത്ത് തന്നെ ഐസാണ്. നോക്കി നടന്നിട്ടില്ലെങ്കിൽ തല കുത്തി വീഴും. ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചിട്ട് നിർത്തിയതാണ് കേട്ടോ. നമ്മള് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചത്. ഇവിടെ ഒക്കെ ഫുള്ള് ഇതുണ്ടോ ഐസാണ് കേട്ടോ. അടിപൊളി. നമ്മൾ ഈ ഒരു ഹോട്ടലിൽ നിന്നാട്ടോ ഭക്ഷണം കഴിക്കണേ. കിട്ടി അവിടെ നിന്ന് ഐസ് കേട്ടെ. അപ്പൊ അങ്ങനെ നമുക്ക് ഹോട്ടലിലേക്ക് കയറാട്ടാ. ഇവിടെ നമ്മള് ഭക്ഷണം കഴിക്കണേ. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ആ നല്ല ആംബിയൻസ് ഉള്ള ഉണ്ടോ ഇവിടെ. നല്ലൊരു കൗണ്ടർ റിസപ്ഷനും കാര്യങ്ങളും നല്ലൊരു സെറ്റപ്പ് കേട്ടോ. ഇരിക്കുന്ന ഹോട്ടലിരിക്കുന്ന അവിടെ ഐസ് കണ്ടോ. അതിൻ്റെ ഉള്ളിൽ വെള്ളം ഇരിക്കുന്നതിലേക്ക് ഐസിൻ്റെ മേലെ നിന്ന് ഐസ് ഇങ്ങനെ ഒഴുകിയിട്ട് വെള്ളമായിട്ട് ഇങ്ങനെ പോവുക. രസമൊക്കെ കഴിച്ച് റെഡിയായി. ഭക്ഷണം കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല ചൂടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നല്ല ചൂടുണ്ടല്ലേ? എങ്ങനെയുണ്ട് ഐസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ചെയ്യാൻ അടച്ചു വയ്ക്കണം ഉപ്പ് വെച്ചിട്ട്. ഇതിവിടെ വളരെ ജോർജിയൻ്റെ ഒരു ഇതാണ് കേട്ടോ, സോഡ ലെമൺ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ അവിടുത്തെ 7up ഒക്കെ പോലെ ഉണ്ട് കേട്ടോ. 7up ഡ്യൂ പോലെയൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. തനു ഇവിടെ ഇരിക്കുന്നുണ്ട്. തനുവിന് സോഡ കിട്ടിയപ്പോ സെറ്റായി. ഇതുണ്ടോ ഷെഹ്മർ അലിയോ ആളുടെ പേരത്? ഷെഹ്മറുലി. ഈ ഒരു ഇതിന്റെ പേരാണ് കേട്ടോ അത്. പിന്നെ അതേ അടുത്ത ഇവിടുത്തെ ഇതിന്റെ ഒരു ഇത് സാധനങ്ങളുണ്ട്. ഇതിനെന്താ പറയണ, റൊട്ടിയോ ബ്രെഡ് പോലെ ഉണ്ട്. നമ്മുടെ കുബൂസൊക്കെ പോലെ കുറച്ച് കട്ടിയിലുള്ള ഒരു ഇത്. പിന്നെ ഇവിടെ ഇത് എന്ത് പറയാ, ബീഫ് സ്റ്റൂ.
മട്ടൺ ഇഷ്ടം. ഞാനൊരു ലെഗ് പീസ് എടുക്കും. എടുക്കും എന്നിട്ട് ഓക്കെ എടുത്തിട്ട് എന്നിട്ട് അതിന് കുറച്ച് പിച്ചി എടുക്കുക. സാലിമ കൈമാറ്റു മുക്കിയിട്ട് അഴിക്കുന്നു. എങ്ങനെയുണ്ട്? അപ്പൊ സാലിമ് എടുക്കുന്നുണ്ട്. സാലിമിനും കിട്ടി ഒരു കാലും പിന്നെ ഇത് ബ്രെഡും. ഞാൻ എന്തായാലും കഴിക്കട്ടെ ഇങ്ങനെ ഉണ്ടെന്നുള്ളത് പറഞ്ഞുതരാം. ബലം ഉണ്ട് ബ്രെഡ്. എടുക്കുന്നു. ഗ്ലൗസ് എവിടെ കാണിച്ച്? സൂപ്പർ. തനുവിന്റെ ഗ്ലൗസ് നോക്കി. തനുവിന്റെ ഗ്ലൗസ് കാണാൻ എന്തൊരു ഭംഗിയാ. സൂപ്പർ ബ്യൂട്ടിഫുൾ. ക്ലാപ്പ് ക്ലാപ്പ് ക്ലാപ്പ്. ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ചെവിയിലേക്ക് അപ്പളേക്കും കാറ്റടിച്ചിട്ടോ. അവിടെയൊക്കെ മഞ്ഞ് കിടക്കണേക്ക്. സാലിമിന് ഐസ് കണ്ടോടുകൂടി ഭയങ്കര ഇതായിട്ട് നോക്ക്. ഒന്നുകൂടെ ആയിട്ട് ആ വെയിലത്ത് ഇത് വെയിലത്ത് ഇത്. അടിപൊളി അടിപൊളി. സാലിമ ഹാപ്പി ആയി. നമ്മൾ ഗോദാവരി എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ പാരാഗ്ലൈഡിങ് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട്. ഇതൊരു മെയിനായിട്ടുള്ളൊരു ഡെസ്റ്റിനേഷനാണ് കേട്ടോ. ഈ കാണുന്നുണ്ടോ ഈ മുകളിൽ ഈ സ്ഥലമാണ് ജോർജിയ റഷ്യ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു ഇതിൻ്റെ സ്മാരകമാണ് കേട്ടോ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരുപാട് ആക്ടിവിറ്റികളും കാര്യങ്ങളും ഇതൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് മുകളിൽ കുതിരകളും ഇതൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ പാരാഗ്ലൈഡിങ് കാര്യങ്ങൾ ഇതൊക്കെ നടക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇതുണ്ട് ഫുള്ള് ബ്ലാക്ക് ഐസ് ഉണ്ട്. ഇവിടുന്ന് നോക്കിയാൽ നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലം കണ്ടോ ഫുള്ള്. മുകളിൽ ചെന്നിട്ട് പറയായിരിക്കും നല്ലത് കേട്ടാ. ആലിമ ഐസിലിരുന്നിട്ടാ. ഹായ് സാലിം. തനൂസ് ഐസ് കിട്ടി. ഐസ് എറി എറി. ബാക്കിൽ വീടരുതേ. വാരി താഴേന്ന് വാരി. വാരി. കൊച്ചിന് വാരാൻ കിട്ടണില്ല. കൊടുക്ക് കൊടുക്ക് കൊടുക്ക്. എറി എറി. അമ്മേനെറി എറി. എങ്ങുണ്ട് സലി? ഞാൻ ഐസ് കണ്ടില്ല ഐസ് കണ്ടില്ല എന്നുള്ള സാലിമിന്റെ പ്രശ്നങ്ങൾ തീർന്നു. ഇനി നമ്മള് ആ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാട്ടാ. അതാണ് ഇവിടുത്തെ ജോർജിയ റഷ്യ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു സ്മാരകം. അതിൻ്റെ ഉള്ളിൽ പോയി ഫോട്ടോ എടുക്കാം. വീരാണ്ടുവാ കണ്ടാ സ്ലിപ്പാവുണ്ട് കേട്ടോ സാലിമേ.
ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മൾ സ്മാരകത്തിൻ്റെ ഉള്ളിലേക്ക് കയറട്ടെ. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കൂട്ടുകെട്ടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോവാം. ഇവിടെ ഈ സൈഡിലൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറെ വ്യൂകൾ വെച്ചിട്ടുണ്ട്. ഈ നടക്കണ വഴിയൊക്കെ ഐസാണ്, പക്ഷെ ഇവിടെ കൂടുതലും മറ്റേ ബ്ലാക്ക് ഐസാണ് കേട്ടോ. കാരണം സ്ലിപ്പ് ആവുന്നുണ്ട് നോക്കി ചവിട്ടിയിട്ടില്ലെങ്കിൽ. സാലിമ പതുക്കെ കയറിപ്പോ. ഇതണ്ട ഈ ഒരു സാധനത്തിൻ്റെ ഉള്ളില് കണ്ടമാനം ഫോട്ടോകളുണ്ട്. നോക്കി എന്ത് രസം നോക്കി. ഫുള്ളും ഒരുമാതിരി ടൈൽസിൽ ചെയ്തിരിക്കുന്ന കേട്ടോ വർക്ക്. വൈഡിലിട്ട് കഴിഞ്ഞാൽ എന്താ ഇങ്ങനെ ഉണ്ടാവും. എന്തൊരു രസം നോക്കി. ഈ സൈഡിൽ മൊത്തം ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. മൊത്തം വർക്കാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ബാക്കിലത്തെ ഷോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഭയങ്കര രസമാണ്. ഇതൊക്കെ അടിപൊളി. ഓ സൂപ്പർ ഷോട്ട്, അടിപൊളി. ഇതൊക്കെ ആഹാ ഒരു പാരാഗ്ലൈഡിങ് ആൾക്കാർ പോയതുണ്ടോ? ഇതുണ്ടോ? ഓക്കെ അടിപൊളി. കറങ്ങി വീട് പോയി. ഗൈസ്, അപ്പൊ നമ്മള് പാരാഗ്ലൈഡ് ചെയ്യാൻ പോവാണ്. സ്കൈ അല്ലേ? ഞാനുണ്ട്, ഇവനുണ്ട്. ഓക്കെ, 2 പേരുണ്ട്. അപ്പൊ 2 പേരും. അപ്പൊ നമ്മള് അതിന്റെ അടുത്തേക്ക് പോവാട്ടോ. അവിടേക്ക് പോണെങ്കിൽ വണ്ടിയിൽ കയറി പോണം. ബോസ് ഇതാണോ? അപ്പൊ ഇവര് പാരാഗ്ലൈഡിങ്ങിന് പോവാണ് കേട്ടോ. നിതിനും പിന്നെ ഇതാ സാലിമും ഉണ്ട്. എന്തിനാ തുറക്കണേ? സാലിമ് പാരാഗ്ലൈഡിങ്ങിന് പോവാ. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരിക്കും. ഓക്കെ, പെട്ടെന്ന് ഒരു 1/2 hour 30 minutes. സാലിമിനെ ശ്രദ്ധിച്ചോളൂ. ഞാൻ ആകാശത്ത് വെച്ച് ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റില്ല. രണ്ടും രണ്ടിലായിരിക്കും. പാരാഗ്ലൈഡിങ് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ട് വരൂ. എങ്ങനെയുണ്ടെന്ന് നോക്കാലോ എക്സ്പീരിയൻസ്. അപ്പൊ അവര് പാരാഗ്ലൈഡിങ് ചെയ്യാൻ പോയി. അപ്പൊ നമുക്ക് പതുക്കെ മഞ്ഞിലേക്ക് തന്നെ ഇറങ്ങാം. അവിടെ പോയിട്ട് മഞ്ഞ് കളിക്കുന്നുണ്ട്. ഒരെണ്ണത്തിന്റെ കരച്ചിൽ കേൾക്കണുണ്ട്. സലി, മോൻസി 2 പിള്ളേര് അങ്ങോട്ട് പോയി. സാലിമ് ആദ്യമായിട്ട് പാരാഗ്ലൈഡിങ് ചെയ്യാൻ പോയി കേട്ടോ. അപ്പോൾ അവർ തന്നെ നമുക്ക് ഗോപ്രോ വിഷ്വൽസ് അതുപോലെയുള്ള വിഷ്വൽ കാര്യങ്ങൾ ഇതൊക്കെ അവർ നമുക്ക് തരും. അപ്പോൾ അത് അവർ നമുക്ക് ആഡ് ചെയ്യാം. ഓട്ടെ, നമുക്കൊക്കെ ഭയങ്കര ഭാഗ്യം ചെയ്തുകൊണ്ട് സ്നോ പെയ്യിൽ ചിലപ്പോൾ ഇനി കുറേ 6 മാസത്തിൽ കൂടി ഉണ്ടാവില്ല. ഞങ്ങൾ പോയി കഴിഞ്ഞാലേ ഉണ്ടാവുള്ളൂ. കുറേയൊക്കെ താന്നു കൊണ്ട് കേട്ടോ ഞാൻ. നല്ല തണുപ്പുണ്ട്. നിനക്ക് പേടിയാവണ്ട പോവാൻ? ചെറുതായിട്ട് പേടിക്കണ്ട. പോണു. അടിപൊളി. എന്റെ അമ്മ താഴ്ത്തിക്ക ഒരു ഓടി പോവാട്ടാ. അതിന്റെ ഒപ്പം പുറത്താനായിട്ട് സാധനം. ദൈവമേ, റിസ്ക് ആയിട്ടാകും കൂടുതൽ ഇവന്മാർക്കാട്ടെ. ഈ താഴ്ത്തിന്ന് കയറി വരുന്നവർക്കാ. നേരെ കാല് തിന്നെ കഴിഞ്ഞാൽ ഉരുണ്ട് പോകും. പേടിച്ചാ കിട്ടില്ല. No shit quickly. 1, 2, 3, go. Run, quick. Okay.
അവിടെ കുറേ കുതിരകൾ സാധനങ്ങളൊക്കെ നിൽക്കണമെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ മുകളിൽ ഉണ്ടോ? വെയിലിങ്ങനെ ബാക്കോട്ടേക്ക് പോയി തുടങ്ങിട്ടോ. ഉണ്ടോ? ഞാൻ നിൽക്കുന്ന സ്ഥലം ഇവിടെ ഏകദേശം 3-4 അടി താഴ്ചയുണ്ട് കേട്ടോ. ഈ മഞ്ഞ് കിടക്കുന്നത് ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഞാനൊരു അഡ്ജസ്റ്റ്മെന്റ് ചവിട്ടി നിൽക്കാം. ഞാൻ കുഴിഞ്ഞു പോവുണ്ട്. പോവാ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോന്നിട്ട് ഇതാ ഇവിടെയാണ് കേട്ടോ നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത്. ഗോദാവരി ഇൻ, ഇതാണ് നമ്മളുടെ ഹോട്ടൽ വരുന്നത്. ഇത് നമ്മൾ കുറച്ച് ആ മെയിൻ റോട്ടിൽ നിന്ന് കുറച്ചും കൂടി താഴോട്ടേക്കായിട്ടുള്ളൊരു ഹോട്ടലാണ് കേട്ടോ. നല്ല അടിപൊളി ഹോട്ടലാണ്. ഇവിടുത്തെ രാവിലത്തെ വ്യൂ ആണ് സൂപ്പർ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് എന്തായാലും രാവിലെ എന്തായാലും കാണാം കേട്ടോ. ഞാൻ ഇനിയിപ്പോൾ നമുക്ക് ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. ഹോട്ടലിൻ്റെ ഇതാണ് റിസപ്ഷൻ. അപ്പോൾ നമ്മുടെ കൂടെയുള്ള പയ്യൻ അവിടെ റിസപ്ഷനിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പാരാഗ്ലൈഡിങ് പോയിട്ട് എങ്ങനെയുണ്ടായി? അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് അടിപൊളി, നല്ല വ്യൂ കാര്യങ്ങളാണ്. നമ്മുടെ മൗണ്ടന്റെ മുകളിൽ നല്ല വ്യൂ അടിപൊളിയൊക്കെയാണ്. പക്ഷേ ഫ്രീസായി. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ഡിഗ്രി എന്ന് പറയുന്നത് -4. കാറ്റൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ -4 ഓക്കെയാണ്. നമ്മുടെ ഈ സൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു. പക്ഷെ കാറ്റ് ചാടുമ്പോണ്ട് ഭയങ്കര കാറ്റല്ല അടിക്കണേ. ഫ്രീസായി ഫ്രീസായി കയ്യും മരവിക്ക് മോദി കാറ്റടി ഭയങ്കര പ്രശ്നമാണ്. അല്ല അതിലവരിങ്ങനെ വേറെ ഇതുകളൊന്നും ചെയ്തൊന്നുമില്ല. ആദ്യം അവൻ കുറെ നേരം ഇങ്ങനെ പോയി. അല്ല മറ്റേ തമിഴന്മാര് മരിച്ചിരിങ്ങനെ കൊണ്ടുപോയി സീറ്റിലിരുത്തി കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് കൊറേ കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു, ഇറങ്ങാറായപ്പോ ചോദിച്ചു, ഈ 1 more adventure അതിനുശേഷം അവൻ ഇങ്ങനെ ആട്ടി. അപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോഴാണ് ഞാൻ ഉണർന്നത്. അതുവരെ തണുത്തിങ്ങനെ ഇറങ്ങിച്ചിരിക്കായിരുന്നു ഞാൻ. എന്തായാലും വീഡിയോ എടുത്തിട്ടുണ്ട്, വീഡിയോ വരും. കൂടെ ആരായിരുന്നു? കൂടെ സലീമല്ലേ? ആളൊറ്റയ്ക്കായിരുന്നില്ല കേട്ടോ. അതെ ഇതിൽ ആദ്യമായി സാലിം സാലിമിനെ കൂടുതൽ കാശ് അവര് വാങ്ങാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ വന്നിറങ്ങുമ്പോ നമ്മള് കാല് പൊക്കി വെക്കണം. കാല് പൊക്കി വെച്ചാൽ ഇറങ്ങുമ്പോ അവർക്ക് ചവിട്ടിയിട്ട് കറക്റ്റ് ബാലൻസ് നിർത്താൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇവന്റെ കാലം വന്നു കഴിഞ്ഞാൽ അവരെ ഇടക്കാലിട്ട് വീഴ്ത്തണ പോലെ. അപ്പൊ അതുകൊണ്ട് ഇവനാണെങ്കിൽ കാല് മടക്കാൻ പറ്റിയില്ല. ക്യാമറ വള്ളി കാല് പെട്ടിട്ട് ഇങ്ങനെ കാല് മടക്കി. അപ്പൊ അവര് ഉദ്ദേശ സ്ഥലത്തല്ല അതിന് മുന്നേ തന്നെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ അവരുടെ ഈ പാരഗ്ലൈഡിന്റെ സാധനം അത് ഒരു മുള്ളു വലിയ പോലെ അത് എടുക്കാനായിട്ട് കുറെ ഹെൽപ്പ് ആൾക്കാരെ വിളിക്കുന്നായിരുന്നു. അത് കേട്ടപ്പോ ഞാൻ പറഞ്ഞു വായ ഓടാൻ കണ്ടേ. അവിടെ എക്സ്പീരിയൻസ് എന്താണ് നിന്റെ എക്സ്പീരിയൻസ്? കൈ വിറച്ചതാവും കയ്യുമ്പോ ഇവിടൊക്കെ ഇതായിട്ടിരിക്കും, ഐസായിട്ടുണ്ടാവും. സാലിം പാരാഗ്ലൈഡിംഗ് ഒക്കെ ചെയ്ത് വിജയിച്ചു വന്നിരിക്കുകയാണ്.
അപ്പൊ അതിന്റെ ദൃശ്യങ്ങൾ ഓൾറെഡി ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇതിന് ശേഷമാണ് ഇത് അവനോട് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ അതേ എല്ലാവരും റൂമിലേക്ക് കാര്യങ്ങൾ കാർഡൊക്കെ കിട്ടി. സലീദ ഇവിടെ ഇരിപ്പുണ്ട്, ഒരാൾക്കാരൊക്കെ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ നേരെ ഇനി ഞങ്ങൾ എവിടേക്ക് പോവാണ്? റൂമിലോട്ട് പോയി റെസ്റ്റ് എടുക്കണം. നേരത്തെയാണ് 6 മണി. അപ്പൊ അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിതാ റൂമിൽ വന്ന് കയറി കുറെ നേരമായിട്ട്. അപ്പൊ റൂമിൽ ഇപ്പൊ സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടേക്കാണ്. അപ്പൊ ഞാൻ കാര്യങ്ങളൊന്നും ഇപ്പൊ കാണിക്കുന്നത്. ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നേ താമസിച്ചത്ര റൂമിന്റെ വലിപ്പമൊന്നുമില്ല, പക്ഷെ അതിനെ സംബന്ധിച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൂടുതലും ഉണ്ട് താനും. ചായയുടെ ഇതാണെങ്കിലും അതുപോലെ ബാത്റൂമിൽ നമ്മുടെ ബ്രഷ്, പേസ്റ്റ് സാധനങ്ങൾ അതൊക്കെ ആണെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ട്. മുമ്പത്തേല് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പോയി റിക്വസ്റ്റ് ചെയ്തപ്പോഴാണ് ഒരെണ്ണം ഒരു പേസ്റ്റ് ഒരു ടൂത്ത് പേസ്റ്റ് ഒക്കെ തന്നത്. അപ്പോ അതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ കുറച്ചുണ്ട്, പക്ഷെ വലിപ്പം കൊണ്ട് ചെറുതാണ്. പക്ഷെ ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഞാൻ എന്തായാലും അടുത്ത നമ്മുടെ വീഡിയോയിൽ ഞാൻ ഈ റൂമും കാര്യങ്ങളും അതൊക്കെ ഒന്ന് കാണിക്കാം. രാവിലെ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. കാരണം ലെങ്ത്തുകൾ ഒരുപാടായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചാനൽ ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റുകളൊക്കെ അയക്കുക. അപ്പൊ എല്ലാവർക്കും ജോർജിയയിൽ നിന്നും ഒരു നല്ലൊരു ഹായ്.